കർത്താവിന്റെ അതിപരിശുദ്ധമേറെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ആത്മാവിന്റെ വരങ്ങളും, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ഫലങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏറെക്കുറെ ആളുകളും ആത്മാവിന്റെ വരങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരിടത്തും ആത്മാവിന്റെ വരമില്ലാത്തവനെ വെട്ടി തീയിലിട്ട് കളയുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ കർത്താവ് നമ്മോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫലമില്ലാത്തതിനെ വെട്ടി തീയിലിട്ട് കളക എന്ന്. എന്നാൽ ഫലമില്ലാത്തതിനെ വെട്ടി തീയിലിട്ട് കളക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആശ്വസിപ്പാൻ വകയുണ്ട് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഫലമില്ലാത്ത വൃക്ഷത്തിന് ഒരവസരം കൂടി കർത്താവ് കൊടുക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഇന്നുവരെയും ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്ത അനുഭവത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മെ കാത്തിരിക്കുന്ന ദൈവമാണ്. നാം ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ കൊമ്പിനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല എന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യുമ്പോൾ, കർത്താവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളെ കായ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.